ഹലോ. ബിസിനസ് ഇന്നവരെ ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്ത, എന്നാൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട്. അവർ വരുത്തുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും മോശപ്പെട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് തുടങ്ങും എന്നറിയാതെ, അല്ലെങ്കിൽ പല പല ഐഡിയകൾ മാറ്റി ഇങ്ങനെ ചിന്തിച്ച് ഇംഗ്ലീഷുകാർ ഇതിന് പറയാം അനാലിസിസ് പാരാലിസിസ് എന്നാണ്. അങ്ങനെ അനലൈസ് ചെയ്തു, ഇങ്ങനെ വിശകലനം ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കില്ല. ആക്ഷൻ എടുക്കുന്നതിനെ പറ്റി ചിന്തിക്കും, പക്ഷേ യഥാർത്ഥത്തിൽ ആക്ഷൻ എടുക്കില്ല. ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്, പ്രത്യേകിച്ച് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ആളുകൾ. ഓൾറെഡി ബിസിനസ് ഉള്ളവർക്കും ഈ പ്രശ്നമുണ്ട്. ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കേണ്ട ഏരിയയിലൊക്കെ വരാൻ നേരത്ത് അവർക്കും ഈ പ്രശ്നമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പെട്ടെന്ന് ആക്ഷൻ എടുക്കുന്ന ആളുകൾക്കാണ് പെട്ടെന്ന് റിവാർഡ് കിട്ടും. നിങ്ങൾക്ക് എന്ത് തുടങ്ങണമെന്ന് അറിയില്ലെങ്കിൽ ഞാൻ പറയാം, എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യലാണ് ഒന്നും തുടങ്ങാതെ വർഷങ്ങളിങ്ങനെ ചിന്തിച്ചിരിക്കുന്നതിനേക്കാളും ബെറ്റർ. ഈ സമയത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയം വൺസ് നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടൂല. നമുക്ക് പല റിസോഴ്സുകളുണ്ട്, സമയം, അതേപോലെ തന്നെ മണിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമായി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലുമൊക്കെ തിരിച്ചു പിടിക്കുക. സമയം നഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് തിരിച്ചു കിട്ടൂല. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, 24 വയസ്സുള്ള ഒരാളുടെ 1 മണിക്കൂർ പോലെയല്ല 54 വയസ്സുള്ള ഒരാളുടെ 1 മണിക്കൂർ. കാരണം രണ്ട് ഒരു മണിക്കൂറാണല്ലോ, 60 മിനിറ്റ് ആണല്ലോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല, എനർജിയിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം നിങ്ങളുടെ യൗവനം ഒരുപാട് കാലങ്ങളൊക്കെ അങ്ങോട്ട് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് 1 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടും, പക്ഷെ ആ 24 വയസ്സിൽ 1 മണിക്കൂർ നിങ്ങൾക്ക് കിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ 54 അല്ലെങ്കിൽ 64 ഒരിക്കലും 24 തിരിച്ചു വരൽ നടക്കില്ല. അപ്പോൾ എത്രയും വേഗത്തിൽ, എത്ര ഏജായി എന്നുള്ളതല്ല, എത്രയും നേരത്തെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും നല്ലതെന്നുള്ളതാണ്. എന്തെങ്കിലും തുടങ്ങി പരാജയപ്പെടുന്നതാണ് ഈ അനാലിസിസ് പാരാലിസിസിൽ ഇരിക്കുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. പലരെയും തുടങ്ങുന്നതെന്ന് പിന്തിരിപ്പിക്കുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിയാണ്. ഇത് പരാജയപ്പെടുമോ, അല്ലെങ്കിൽ നമുക്ക് ലോസുകൾ ഉണ്ടാവുമോ എന്നുള്ള പേടിയാണ്, അല്ലെങ്കിൽ ഈ ബിസിനസ് വിജയിക്കുമോ എന്നുള്ള പേടിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, വിജയിക്കോ പരാജയപ്പെടുമോ എന്നുള്ളത് ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റണ സംഗതിയല്ല. എനിക്ക് ഒരുപാട് മെസ്സേജുകൾ വാട്സപ്പിൽ വരാറുണ്ട്, ഇന്ന ബിസിനസ് വിജയിക്കുമോ, ആ ബിസിനസ് വിജയിക്കുമോ എന്നൊക്കെ ചോദിച്ച്. അതെങ്ങനെ ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റും? അത് ഫ്യൂച്ചറിൽ നടക്കാതിരിക്കുന്ന ഒരു കാര്യം. ബിസിനസ് വിജയിക്കൽ ഐഡിയയുടെ മാത്രം ബേസിലല്ല, അത് തുടങ്ങിയ വ്യക്തിയുടെ സ്വഭാവം, തിരഞ്ഞെടുത്ത മാർക്കറ്റ്, പ്രൊഡക്റ്റ്, അതിൻ്റെ പ്രൈസ്, അത് മാർക്കറ്റിംഗ് ചെയ്തോ ചെയ്തില്ലേ, ഇത്തരത്തിലുള്ള പല ഘടകങ്ങൾ വെച്ചിട്ടാണ്. ചിലവർക്ക് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് അറിയില്ല, അവർ വരവിൽ കവിഞ്ഞ് ചിലവാക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇതൊക്കെ ബിസിനസ്സിൻ്റെ ജയപരാജയങ്ങൾ തീരുമാനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയാം, അത് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള. അതായത് ഏറ്റവും ചെറിയ സ്കെയിലിൽ സ്റ്റാർട്ട് ചെയ്യാം. വലിയ ഡ്രീം ഉണ്ടായിക്കോട്ടെ, പക്ഷേ അത് വലിയ ഡ്രീം ഉണ്ടായിരിക്കെ തന്നെ അത് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നീടൊരു ഖേദം വരും, ഒരു ദുഃഖം നമ്മുടെ മനസ്സിൽ വരും. അതായത് അത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അതായത് നമുക്ക് തിരിച്ചു പോയി ഒരിക്കലും തിരുത്താൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കും അതെല്ലാം. അപ്പോൾ നമുക്കൊരു വിഷമം വരുമ്പോൾ അത് ആ പോയിന്റിൽ വെച്ച് തിരുത്താലോ എന്ന് നമുക്ക് അത് പറ്റില്ല. അതാണ് ഈ റിഗ്രറ്റിൻ്റെ പെയിൻ എന്ന് പറഞ്ഞാൽ വളരെ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു പെയിനാണ്. ഒരു ഖേദം എന്ന് നമ്മൾ പറയുമല്ലോ, അത് ചെയ്യേണ്ടതായിരുന്നു, ചെയ്തില്ല, അത് ഇപ്പോൾ നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മളിങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ തുടങ്ങി പരാജയപ്പെടാമെന്നുള്ളതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പരിശ്രമിച്ചു, ഞാൻ അവിടെ ട്രൈ ചെയ്ത് നോക്കി, പരാജയപ്പെട്ടു, പക്ഷേ ട്രൈ ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി നിങ്ങൾക്ക് ഉണ്ടാവും. അത് ആ പെയിൻ്റെ ആ ഇൻറ്റൻസിറ്റി കുറയ്ക്കും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ട്രൈ ചെയ്യുക, പൊട്ടാന്നുള്ളതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി, ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. ട്രൈ ചെയ്ത് ഫെയിൽ ആവുക എന്നുള്ളതാണ്, ഫാസ്റ്റായിട്ട് ഫെയിൽ ആവുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ സ്ട്രാറ്റജി. അത് ഒരു ബിസിനസ് ഒന്നും അവരെ തുടങ്ങാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്, ഇങ്ങനെ അനലൈസ് ചെയ്തിരിക്കുക. ഇപ്പോൾ കോഫി ഷോപ്പ് തുടങ്ങണം, അങ്ങോട്ട് തുടങ്ങുക എന്നുള്ളതാണ്. ചെറിയൊരു റൂം റെൻറ്റിന് എടുക്കുക, അങ്ങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിക്കും, അതൊന്നും ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ കുറേ കാലങ്ങൾ കഴിയാൻ നേരത്ത്, അതായത് കുറച്ച് മാസങ്ങൾ കഴിയാൻ നേരത്ത് ഈ ബിസിനസ് എനിക്ക് പറ്റിയതല്ല എന്ന് മനസ്സിലാക്കി അത് അവിടെ സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് അടുത്തേ വേണ്ടി ചാടാം. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ ഇറങ്ങി തിരിച്ചാൽ മാത്രമാണ് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒരുപാട് പേര് ഐഡിയകൾ ഞാനിത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് പറയണല്ല. കഴിഞ്ഞ വർഷം എന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത പലരും, ഒരാളല്ല പലരും, ഇന്നും അതേ ഐഡിയ തന്നെ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും സെയിം സംശയങ്ങൾ നമ്മുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ഒരു കൊല്ലമായിട്ടും അവരൊന്നും തുടങ്ങിയിട്ടില്ല. കഴിഞ്ഞ വർഷം ചോദിച്ചതാണ്, ഒരു വർഷമൊന്നുമല്ല, 1.5 കൊല്ലം മുമ്പ് അയച്ച മെസ്സേജ് നമുക്ക് വാട്സപ്പിൽ ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ. വാട്സപ്പിൽ അവർ ആ ഓഡിയോ അയച്ചതിൻ്റെ ഹിസ്റ്ററി നമുക്ക് വാട്സപ്പിൽ നിന്ന് കിട്ടില്ല. അത് വീണ്ടും പ്ലേ ചെയ്ത് നോക്കാൻ നേരത്ത് കഴിഞ്ഞ കൊല്ലം ഇതേ ചോദ്യം അവർ ചോദിച്ചിട്ടുണ്ട്.
അതിന് ഞാനെന്തോ അന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്, അതേ റിപ്ലൈ തന്നെയാണ് ഇന്നും കൊടുക്കാനുള്ളത്. അവർ ഇന്നും ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയാണ് പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട്. ചിലർ പ്രവാസികളായിരുന്നു, അവിടെ വെച്ചിട്ട് ചോദിച്ച ചോദ്യം ഇപ്പോൾ നാട്ടിൽ അവർ എത്തിയിട്ടുണ്ടാവും. ആ ടൈം നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ 7-8 മാസമായി, ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതാണ്. ചെയ്ത് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ട്രൈ ചെയ്തില്ലല്ലോ, ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ആ വിഷമം ഉണ്ടാവില്ല. ഫെയിലായിക്കോട്ടെ, എന്നാലും നമുക്ക് ആ സമയം ഇനി തിരിച്ചു കിട്ടില്ല. അപ്പോൾ എത്രയും വേഗത്തിൽ തന്നെ എന്തെങ്കിലും തുടങ്ങാമെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു പ്രത്യേക പെർഫെക്റ്റ് ഐഡിയ കിട്ടുന്നവർ ഇന്നത്തെ കാലത്ത് AI എല്ലാം ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഈ ടൈമിൽ നമുക്കറിയാം എന്തോരം ഐഡിയകളാണ് നമ്മളുടെ മുമ്പിൽ സ്ഥിരവും കാണുന്നത്. ഇപ്പോൾ വേറെ ചില ആളുകളുണ്ട്, അവരുടെ ഐഡിയ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഫണ്ടൊക്കെ കിട്ടിയതിന് ശേഷം മാത്രമാണ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ കോപ്പി അടിക്കുമെന്നൊരു പേടിയുണ്ട്. നിങ്ങളുടെ ഐഡിയ ഒന്നും ഇവിടെ ഒരു മനുഷ്യനും വേണ്ട, എക്സിക്യൂട്ട് ചെയ്യാനാണ് ഏറ്റവും പാട്. ഐഡിയ നിങ്ങളെക്കാൾ അടിപൊളി ഐഡിയകൾ, ഇഷ്ടം പോലെ ഐഡിയകൾ നമുക്ക് ഇന്ന് നെറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. AI ടൂളുകൾ ഉപയോഗിച്ച് എന്ത് ഐഡിയ എന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റാത്തത്. എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സംഗതി. അവിടെയാണ് ഗട്ട്സ് വേണ്ടത്. കാര്യങ്ങൾ ഇറങ്ങി തിരിച്ച് ചെയ്യാന്നുള്ളിടത്താണ് വേഗത്തിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു വിദ്യാഭ്യാസമല്ല, പേര് പോലും അവർക്ക് നേരെ ചൊവ്വിനെ എഴുതാൻ അറിഞ്ഞൂടാ. എന്നിട്ടും അവർ ബിസിനസ്സിൽ അങ്ങനെ സക്സസ്ഫുൾ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സെൻസ് ഓഫ് അർജൻസി എന്ന് പറയും. പെട്ടെന്ന് ഇവർ കാര്യങ്ങൾ ചെയ്യും. അതാണ് അവരുടെ ഒരു സീക്രട്ട്. അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കില്ല നമ്മളെപ്പോലെ. ഈ ഓവറായിട്ട് എഡ്യൂക്കേറ്റഡ് ആയാലും ചില പ്രശ്നങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അവരുടെ തലയിൽ ഉദിക്കാത്ത പല പ്രോബ്ലംസും നമ്മുടെ തലയിൽ പ്രോബ്ലംസായിട്ട് ഉദിക്കും. അപ്പോൾ അത് പേടിച്ചിട്ട് നമ്മൾ ആക്ഷൻ എടുക്കില്ല. മറ്റവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനെപ്പറ്റിയൊന്നും ഓവറായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് ആക്ഷൻ എടുക്കുകയും റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ട് അവർ വർക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് റിസൾട്ട് കിട്ടും. അതാണ് എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ചില ബിസിനസ്സുകാർ ബിസിനസ്സിൽ നല്ല രീതിയിൽ സക്സസ്ഫുൾ ആവാനുള്ള കാരണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. സമയം നഷ്ടമായി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. അപ്പോൾ ചെയ്തില്ലല്ലോ, ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ഒരു പെയിൻ എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ കിടക്കുക. അത് ഇങ്ങനെ നിങ്ങളെ റിപ്പീറ്റഡ് ആയിട്ട് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും, വേദനിപ്പിച്ചുകൊണ്ടിരിക്കും, അങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. അത് വളരെ ഇൻറ്റൻസീവായിട്ടുള്ള കാഠിന്യം കൂടിയിട്ടുള്ളൊരു പെയിനാണ്. ചെയ്ത് പരാജയപ്പെടുന്നതിൻ്റെ പെയിനേക്കാളും വലിയ പെയിനാണ് ചെയ്യാതിരുന്ന് നമ്മൾ സമയം കഴിച്ച് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരിക്കലും തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ എന്നുള്ള ആ ഫീലിംഗ്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും നല്ല സ്ട്രാറ്റജി ഒരു ബിസിനസ്സും തുടങ്ങാത്ത ആളെ സംബന്ധിച്ചിടത്തോളം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.